വചനമൊഴി ഏപ്രിൽ 18. വചനഭാഗം എഫേസോസ് 6:1-9, മത്തായിയുടെ സുവിശേഷം 20:17-28. ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് സെബദീപുത്രന്മാരുടെ അമ്മയുടെ അഭ്യർത്ഥനയാണ്. ശിഷ്യന്മാരുടെ ഇടയിൽ ആരാണ് വലിയവൻ എന്ന തർക്കം ഉണ്ടായിരുന്നു എന്ന കാര്യം കഴിഞ്ഞ ദിവസം സുവിശേഷത്തിൽ നിന്ന് നാം ശ്രവിച്ചിരുന്നു. ശിഷ്യന്മാരിൽ രണ്ടുപേരായ സെബദീപുത്രന്മാരുടെ അമ്മ ഈശോയുടെ പക്കൽ ഒരു അപേക്ഷയുമായി വരികയാണ്. ആ അമ്മയുടെ ആവശ്യം തൻ്റെ മക്കൾ മിശിഹായുടെ രാജ്യത്തിൽ ഇടത്തും വലത്തും ഇരിക്കുന്നതിന് അവസരം കൊടുക്കണമെന്നതാണ്. ഈശോ അവരോട് പറയുന്നത് രണ്ട് കാര്യമാണ്. മിശിഹായുടെ രാജ്യത്തിൽ ഇരിക്കുന്നതിന് അവിടുന്ന് കുടിക്കുന്ന പാനപാത്രം കുടിക്കണം, അതായത് മിശിഹായുടെ സഹനത്തിൽ പങ്കാളികളാകണം. രണ്ടാമത്, അതിൽ പങ്കാളികളായാലും പ്രതിഫലം നിശ്ചയിക്കുന്നത് ദൈവപിതാവാണ്. മിശിഹായുടെ സഹനത്തിലുള്ള പങ്കാളിത്തവും ദൈവപിതാവിൻ്റെ ഹിതത്തിനുള്ള സ്വയം സമർപ്പണവുമാണ് തിരുവചനം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നതും പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് മിശിഹായുടെ ദാസന്മാരായിരിക്കുവിൻ, കർത്താവിന് വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യുന്നവരാകുവിൻ എന്ന കാര്യമാണ്. ജീവിതത്തിലെ സഹനങ്ങളിൽ മിശിഹായോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനും ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് സ്വർഗരാജ്യത്തിൻ്റെ ശുശ്രൂഷകരാകുന്നതിനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.